BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മാലിന്യച്ചാക്കിൽ നിന്ന് ലഭിച്ച 5 ലക്ഷത്തിന്റെ വജ്രാഭരണങ്ങൾ ഉടമയ്ക്ക് തിരിച്ചു നൽകി ഹരിതകർമ്മസേന അംഗങ്ങൾ. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ ഹരിതകർമ്മസേനയിലെ ജെസി വർഗീസ്, റീന ബിജു എന്നിവർക്കാണ് വീടുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചുകൊണ്ടിരിക്കെ 2 പൊതികളിലായി 4.5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് നെക്ലേസും 1 ലക്ഷം വിലമതിക്കുന്ന ഡയമണ്ടിന്റെ 2 കമ്മലും ലഭിച്ചത്. ഉടനെ ഇവർ വാർഡ് മെമ്പർ ലില്ലി റാഫേലിനെ വിളിക്കുകയും മെമ്പറുടെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് തിരികെ നൽകുകയും ചെയ്തു. വിവരമറിഞ്ഞ KJ മാക്സി MLAയും മുൻ കേന്ദ്രമന്ത്രി KV തോമസും ഇരുവരുടെയും വീടുകളിൽ എത്തി അഭിനന്ദിച്ച് ഇരുവരും ചേർന്ന് പാരിതോഷികവും കൈമാറി. ഈ തുക അവർ അപ്പോൾ തന്നെ വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയായിരുന്നു. വിമാനം തകരാറായതിനെ തുടർന്ന് ബദൽ സംവിധാനം ഏർപ്പെടുത്താത്തതിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ യാത്രക്കാരുടെ ബഹളം. ശനിയാഴ്ച രാത്രി 11-ന് ദുബായിക്ക് പോകേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനമാണ് തകരാറിലായത്. ലീവ് കഴിഞ്ഞ് ദുബായിൽ നിന്ന് ജോലിക്ക് കയറേണ്ട നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. യഥാസമയം തകരാർ അറിയിച്ചിരുന്നെങ്കിൽ പുലർച്ചെയുള്ള മറ്റ് വിമാനങ്ങളിൽ ഇവർക്ക് പോകാമായിരുന്നു. എന്നാൽ വിമാനത്തിൽ നിന്നിറക്കാതെ വിമാനം ഉടൻ പുറപ്പെടുമെന്ന് അധികൃതർ യാത്രക്കാരെ അറിയിച്ചു. തകരാർ പരിഹരിക്കാൻ ശ്രമം നടത്തിയിട്ടും പരിഹരിക്കപ്പെടാത്തതിനാൽ രാവിലെ 7:30 വിമാനം റദ്ദാക്കിയതായും അറിയിച്ചു. ഇതോടെയാണ് യാത്രക്കാർ ബഹളം വെച്ചത്. വിമാനത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചെങ്കിലും പോലീസ് എത്തി പിന്നീട് ഇവരെ അനുനയിപ്പിച്ചു. 180ഓളം യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. തകരാർ പരിഹരിക്കുന്നതിന് ഉച്ചയ്ക്ക് 2-ന് വിമാനത്തിൽ പാർട്സ് എത്തണം. അതിനുശേഷം തകരാർ പരിഹരിച്ച് വൈകിട്ട് 4-ന് വിമാനം പുറപ്പെടുമെന്നാണ് സ്പൈസ് ജെറ്റ് അധികൃതർ പറയുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. അധികൃതരുടെ അവഗണന, ദേശസാത്കൃത റൂട്ടുകളിൽ രാത്രികാല യാത്രാ ക്ലേശത്തിന് പരിഹാരമില്ലാതെ യാത്രക്കാർ. KSRTC ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന എറണാകുളം, മൂവാറ്റുപുഴ, ആലുവ, പെരുമ്പാവൂർ, എറണാകുളം, കോട്ടയം അടക്കമുള്ള റൂട്ടുകളിലാണ് രാത്രികാല യാത്രാ ക്ലേശം രൂക്ഷമായത്. നിലവിൽ എറണാകുളം, മൂവാറ്റുപുഴ റൂട്ടിൽ രാത്രി 10-ന് ശേഷവും ആലുവ, പെരുമ്പാവൂർ റൂട്ടിൽ രാത്രി 9:10-ന് ശേഷവും ബസ്സുകളില്ലാത്ത അവസ്ഥയാണ്. ഇതുമൂലം ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തുന്ന ട്രെയിൻ യാത്രികരടക്കമുള്ളവരാണ് വലയുന്നത്. കോവിഡ് പ്രതിസന്ധിയോടെയാണ് ഈ റൂട്ടുകളിൽ യാത്രാക്ലേശവും രൂക്ഷമായത്. കോവിഡ് കാല നിയന്ത്രണങ്ങൾ നീണ്ടതോടെ പല റൂട്ടിലും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു. ഇത് ചൂണ്ടിക്കാട്ടി ബസ്സുകൾ ട്രിപ്പുകൾ വെട്ടിക്കുറിച്ചു. എന്നാൽ നിയന്ത്രണങ്ങൾ നീങ്ങി എല്ലാം സാധാരണ നിലയിലായെങ്കിലും മുടക്കിയ ട്രിപ്പുകൾ പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായില്ല. യാത്രക്കാരില്ലെന്നതായിരുന്നു ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത്. കോവിഡ് കാലത്തിന് മുൻപ് എറണാകുളം, മൂവാറ്റുപുഴ റൂട്ടിൽ രാത്രി 11 വരെയും ആലുവ, പെരുമ്പാവൂർ റൂട്ടിൽ 10 വരെയും ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തുന്ന ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ളവർക്കടക്കം ഏറെ ഗുണകരമായിരുന്നു ഈ സർവീസുകൾ. എറണാകുളം, മൂവാറ്റുപുഴ, തൊടുപുഴ റൂട്ടുകളിൽ മാത്രം 18 ഷെഡ്യൂളാണ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ നടത്തുന്നത്. ഇതിനു പുറമെ മൂവാറ്റുപുഴ വൈറ്റ്ല സർവീസായി 11 ഓർഡിനറി ബസ്സുകളുമുണ്ട്. പുലർച്ചെ 4-ന് തൊടുപുഴയിൽ നിന്നും 4:30-ന് മൂവാറ്റുപുഴയിൽ നിന്നും എറണാകുളത്തേക്ക് സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. 10-15 മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് സർവീസുകളെങ്കിലും നഗരത്തിലെ ഗതാഗത കുരുക്കനുസരിച്ച് ഇത് മണിക്കൂറുകൾ വ്യത്യാസം വരും. എറണാകുളത്ത് നിന്ന് തൊടുപുഴ ഡിപ്പോയിലെ ബസ് രാത്രി 7:30-നും മൂവാറ്റുപുഴ ഡിപ്പോയിലേത് 10:10-നും പോരുന്നതോടെ ഇതുവഴിയുള്ള സർവീസ് അവസാനിക്കും. ആലുവ, പെരുമ്പാവൂർ റൂട്ടിലും ഇത് തന്നെയാണ് സ്ഥിതി. രാത്രി 9:10-നാണ് ആലുവയിൽ നിന്നുള്ള അവസാന സർവീസ്. പിന്നീട് എത്തുന്ന യാത്രക്കാർക്ക് രാത്രി 11-ന് എറണാകുളത്ത് നിന്ന് കട്ടപ്പനയിലേക്ക് പോകുന്ന ബസ്സാണ് അടുത്ത ആശ്രയം. അത് പോയാൽ പിന്നെ പുലർച്ചെ 2-ന് എറണാകുളത്ത് നിന്ന് 3:06-ലേക്കും ബസ്സിനായി കാത്തിരിക്കേണ്ടി വരും. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ റൂട്ടിലും ഓർഡിനറി ബസ്സുകൾ രാത്രി 7:40-ന് ശേഷം ഇല്ലാതിരുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഒടുവിൽ നിരവധി പരാതികൾക്ക് ശേഷം ആലുവയിൽ നിന്ന് രാത്രി 8:20-ന് പുറപ്പെട്ട് 9-ന് പെരുമ്പാവൂരിലെത്തുന്ന ബസ് മൂവാറ്റുപുഴ വരെ നീട്ടിയാണ് ഈ പ്രതിസന്ധി പരിഹരിച്ചത്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം അവസാനം നടത്തണമെന്ന് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെയും ക്ലബ്ബുകളുടെയും കൂട്ടായ്മ കേരള ബോട്ട് അസോസിയേഷൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ആലപ്പുഴ ചടയമൂരി ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. നിലവിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് മേഖല മുന്നോട്ടു പോകുന്നത്. വയനാട് ദുരന്തത്തിന് പിന്നാലെയാണ് ഓഗസ്റ്റ് 10-ന് നിശ്ചയിച്ച വള്ളംകളി മാറ്റിയത്. ദുരന്തത്തിനിരയായവരുടെ ദുഃഖവും വേദനയും തിരിച്ചറിഞ്ഞ് ജലോത്സവം മാറ്റാനുള്ള നിർദ്ദേശം അംഗീകരിക്കുന്നുവെങ്കിലും ബോട്ട് ക്ലബ്ബുകളും ജലകായിക താരങ്ങളും
അനുഭവിക്കുന്ന കടുത്ത പ്രയാസങ്ങളും സാമ്പത്തിക ബാധ്യതയും ചെറുതല്ല. അതിനാൽ ഓഗസ്റ്റ് അവസാനം വള്ളംകളി നടത്താൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കും. 2018 മുതൽ പ്രളയ സമാന സാഹചര്യം നിലനിൽക്കുന്ന ആഗസ്റ്റ് മാസം വള്ളംകളിക്ക് അനുയോജ്യമല്ല. ഇത് കണക്കിലെടുത്ത് അടുത്ത വർഷം മുതൽ സെപ്റ്റംബറിലേക്ക് മത്സരം മാറ്റണം. ഇനി മുതൽ ഓഗസ്റ്റിൽ മത്സരം നടത്തിയാൽ പങ്കെടുക്കില്ല. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ 6 തവണയാണ് വള്ളംകളി മാറ്റിവെച്ചത്. ഇക്കാര്യവും സർക്കാരിനെ അറിയിക്കും. വൻതുക ചെലവഴിച്ച് ജൂലൈ ആദ്യവാരം മുതൽ ക്യാമ്പുകൾ സജ്ജീകരിച്ച വിവിധ ക്ലബ്ബുകൾ ചെലവഴിച്ച പണത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകണം. മാറ്റിവെച്ച സാഹചര്യത്തിൽ പുതിയ തീയതി തീരുമാനിക്കാൻ ചൊവ്വാഴ്ച NTBR യോഗം ചേരും. ഈ യോഗത്തിൽ ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ തീരുമാനം അറിയിക്കും. പ്രസിഡന്റ് ജെയിംസ് കുട്ടി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി SM ഇക്ബാൽ, K പ്രമോദ്, അഷ്റഫ് കുമ്മനം, തങ്കച്ചൻ പാട്ടത്തിൽ, മുരളി, അജയ് ഘോഷ്, അമ്പിളി എന്നിവർ സംസാരിച്ചു. നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച സജിമോൻ, ജയപ്രസാദ്, ജോബിൻ, അരുൺ, അവിൽ, സജു സെബാസ്റ്റ്യൻ, ജേക്ക് ജോർജ്, ഐശ്വന്ത്, വിജിത്, ബോബി എന്നിവർ പങ്കെടുത്തു. കിഴക്കമ്പലം ചിത്രപ്പുഴ റോഡിൽ പെരിങ്ങാല ജംഗ്ഷനിലും പരിസരങ്ങളിലും റോഡിൽ വ്യാപക വെള്ളക്കെട്ട്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് കാരണം. ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ശ്രദ്ധയിൽ വെള്ളക്കെട്ട് പെടാത്തതിനാൽ കാൽനടക്കാരുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നത് പതിവാണ്. കാനകൾ വൃത്തിയാക്കാത്തത് മൂലം വെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത്. പള്ളിക്കര അച്ചപ്പൻകാവല മുതൽ പാടത്തിക്കര വരെ പലയിടത്തും റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം വെള്ളക്കെട്ട് വ്യാപകമാണ്. പല ഭാഗത്തും കാനകൾ നിർമ്മിക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാകുന്നു. ഈ ഭാഗത്തെ റോഡിന്റെ ശോചാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയുമില്ല. മഴയ്ക്ക് മുൻപ് റോഡ് അറ്റകുറ്റപ്പണി നടത്തിയപ്പോൾ ഇവിടുത്തെ വെള്ളക്കെട്ടിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. അറ്റകുറ്റപ്പണി നടന്ന ഭാഗത്ത് നിലവിലുണ്ടായ റോഡിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ചിത്രപ്പുഴ മുതൽ പോഞ്ഞാശ്ശേരി വരെ റീടാറിംഗ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല. ആവശ്യത്തിന് വീതിയില്ലാത്തതിനാൽ പള്ളിക്കര ജംഗ്ഷനിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ഈ വാർത്തയോട് കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.